പേരായിരുന്നു, കുറ്റപ്പേരായിട്ടിട്ടതാണ്. അത് പിന്നെ ആധുനികതയുടെ തുടക്കമായി. മനയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് നദി എന്നാണ് പേര്, ആകെ വെളുത്ത നിറം മാത്രമാണ്. വെള്ള നിറം, വെട്ടി തിളങ്ങി നിൽക്കുന്ന വെള്ള തളിക പോലെ ഒരു ചിത്രപ്രതലം. ഇതിലേതാണ് നദി? അപ്പോൾ അതിൽ മൊനെ പറയുന്ന ഉത്തരം, ഇംപ്രഷനിസ്റ്റുകൾ പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നട്ടുച്ച നേരത്ത് ഒരു നദിയുടെ ഉപരിതലത്തിൽ പ്രതലത്തിൽ സൂര്യപ്രകാശം വീണ് വെട്ടിത്തിളങ്ങുന്ന വെള്ളിത്തളിക പോലെയായി കണ്ട ആ ചിത്രം, ആ പ്രതീതിയാണ് ചിത്രം. അല്ലാതെ അതിൻ്റെ കരയല്ല, അതിലെ മരങ്ങളല്ല, അതിലെ മനുഷ്യരല്ല, തോണിയല്ല, ഒന്നുമല്ല. അതൊക്കെ പോയിരിക്കുന്നു. മറിച്ച് ഫിനോമിനോളജിക്കൽ എന്ന് വിളിക്കാവുന്ന, പ്രാതിഭാസികം എന്ന് വിളിക്കാവുന്ന ഒരു അനുഭവത്തെ മാത്രം വേറിട്ടെടുത്തിട്ട് അതിനെ ചിത്രമാക്കുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യം ഈ ആകെക്കാഴ്ചയാണോ, യാഥാർത്ഥ്യം അതിൻ്റെ സൂക്ഷ്മ സ്വരൂപമാണോ എന്നതിലേക്ക് കലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാറി വരുന്നുണ്ട്. ഈ മാറ്റം എവിടെയാണ് തെളിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രൂപത്തിലാണ്. വാസ്തവത്തിൽ ഇംപ്രഷനിസ്റ്റുകളുടെ ചിത്രത്തിൽ ഒരു സാമൂഹികതയും ഇല്ല എന്ന് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും അവിടെ കാണാൻ പറ്റില്ല. അവിടെ വേറെ എന്തെങ്കിലും ഗോയയുടെ ചിത്രങ്ങളിലോ കൂർബയുടെ ചിത്രങ്ങളിലോ കാണുന്ന പോലെ തൊഴിലാളികളോ സമരങ്ങളോ പണിമുടക്കോ വെടിവെപ്പോ ഒന്നുമില്ല. വെറുതെ പുഴ, മരം, ഒരു പള്ളി തന്നെ കാലത്ത് ഉച്ചക്കും വൈകുന്നേരവും വേറെ വേറെ വരയ്ക്കുക, ഇങ്ങനെയുള്ള ഏർപ്പാടുകളാണ്. പക്ഷേ കലയെ അവരാകമാനം മാറ്റിയത് കലയുടെ രൂപത്തെ പൊളിച്ചു പണിതിട്ടാണ്. അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കലയിലെ വിപ്ലവത്തിൻ്റെ വലിയ അടയാളമാണ് എന്നും ഇത് മോഡേണിസത്തെ സവിശേഷമായ നിലയിൽ വിപ്ലവാത്മകമാകുന്നുണ്ട് എന്നും വാദിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ വാൾട്ടർ ബെഞ്ചമിനും ഒക്കെ ഈ മോഡേണിസത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ മാർക്സിസത്തിനുള്ളിൽ തന്നെ മോഡേണിസം ഒരു 2-3 പതിറ്റാണ്ട് കാലമെങ്കിലും വലിയ ഒരു ചർച്ചാ വിഷയമായി തീരുകയും ഒരുപക്ഷെ ആദ്യഘട്ടത്തിലെ അതിനോടുണ്ടായിരുന്ന വിമർശനാത്മകമോ നിഷേധാത്മകമോ ആയ വീക്ഷണത്തിൽ നിന്ന് മാർക്സിസ്റ്റുകൾ തന്നെ മോഡേണിസത്തെ ചരിത്രപരമായി നോക്കിക്കാണാനും രൂപസംവിധാനങ്ങളെ മുൻനിർത്തി അതിനെ മനസ്സിലാക്കാനും പിന്നെ കൂടുതലായി ശ്രമിക്കുകയും രൂപം എന്നത് ഒരു പാത്രമല്ല എന്നും രൂപം എന്നതാണ് അനുഭവത്തിൻ്റെ കേന്ദ്രമായി കലയിൽ പ്രവർത്തിക്കുന്നത് എന്നുമുള്ള കൂടുതൽ ഗാഢമായ ഒരു ബോധ്യത്തിലേക്ക് വരികയും ചെയ്തു. ഞാനിത് ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവത്തിൽ മലയാളത്തിലെ ആധുനികതാ വിചാരം എന്ന് പറയുന്നതിൻ്റെ ചരിത്രത്തിൽ ഇത് വളരെ ആഴത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാനതിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മൂന്നേട്ടൻ്റെ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഞാൻ കരുതുന്നത് മൂന്നേട്ടൻ്റെ ഏറ്റവും കുറവ് വായിക്കപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കൃതിയാണ് എന്താണ് ആധുനികത എന്നത്. 1976 അത് വന്നതെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലുള്ളത് 80കളുടെ തുടക്കത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പതിപ്പാണ്. പിന്നെ അതിന് പതിപ്പ് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പൊതുവെ ആളുകൾക്ക് അങ്ങനെ രസിച്ച് വായിക്കാവുന്ന, മൂന്നേട്ടൻ്റെ ഭാഷയെക്കുറിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളെയും റദ്ദാക്കാൻ പറ്റിയ ഒരു പുസ്തകമാണത്. അതിൻ്റെ വായന പൊതുവിൽ കുറച്ചൊരു നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, സൂക്ഷ്മമായിട്ട് ശ്രദ്ധാപൂർവം വായിക്കേണ്ടുന്ന ഒന്നായിട്ടാണ് ആ കൃതി വരുന്നത്. ആ കൃതിക്ക് 2-3 പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ മലയാളത്തിൽ മോഡേണിസത്തെ തിയറൈസ് ചെയ്യാനുള്ള, സിദ്ധാന്തവൽക്കരിക്കാനുള്ള ആദ്യത്തെ ശ്രമം ആ പുസ്തകമാണ്. അപ്പൻ്റെ തിരസ്കാരം വരുന്നത് 78-ലാണ്. അതിനു മുമ്പ് KP അപ്പൻ 73-ൽ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പഠനങ്ങൾ എന്ന നിലയ്ക്കാണ്. മോഡേണിസം എന്ന് പറയാനുള്ള ഒരു ശ്രമം അപ്പൻ നടത്തുന്നത് പ്രത്യേകിച്ചും തിരസ്കാരത്തോട് ബന്ധപ്പെട്ടാണ്. അയ്യപ്പപ്പണിക്കരും മറ്റു പലരും മോഡേണിസത്തെക്കുറിച്ച് അതിനു മുമ്പ് ചെറിയ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, സാന്ദർഭിക സൂചനകൾ വന്നു പോകുന്നുണ്ട്, സച്ചിദാനന്ദ മാഷ് എഴുതുന്നുണ്ട്. എങ്കിലും ആധുനികതയെ മൊത്തത്തിലൊരു പ്രസ്ഥാനം എന്ന നിലയിൽ പരിഗണിച്ച് അതിൻ്റെ തത്വചിന്താപരവും കലാപരവും സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെയായ ഉള്ളടക്കങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ശ്രമമാണ് 1976-ലെ മൂന്നേട്ടൻ്റെ എന്താണ് ആധുനികത എന്ന കൃതി. മറ്റൊരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ സർഗാത്മക സാഹിത്യ രചനയിൽ ഏർപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സാഹിത്യ പ്രസ്ഥാനത്തെ സൈദ്ധാന്തികമായി വിശദീകരിക്കാൻ നടത്തിയ മിക്കവാറും ഒരേ ഒരു ശ്രമവും പിന്നീട് പ്രഭാകരൻ മാഷാണ് കഥയെക്കുറിച്ച്, ഉത്തരാധുനിക കഥയെക്കുറിച്ച് അത്തരത്തിലൊരു പഠനത്തിലേക്ക് പോയതായി എൻ്റെ ശ്രദ്ധയിലുള്ളത്. നമ്മുടെ മുന്തേട്ടനോടൊപ്പം തുടങ്ങിയ OV വിജയനോ ആനന്ദോ കാക്കനാടനോ അല്ലെങ്കിൽ ആ തലമുറയിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു മോഡേണിസത്തെയോ മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ ഇങ്ങനെ സൈദ്ധാന്തികമായി നോക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. വിജയൻ ധാരാളമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്.
ആനന്ദാണെങ്കിൽ ജൈവ മനുഷ്യനും വിരുന്നുകാരനും വേട്ടക്കാരനും ഒക്കെ എഴുതി അന്നത്തെ ചരിത്ര സാമൂഹ്യ ആശയങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് എഴുതുന്നുണ്ട്. അതൊക്കെ നിൽക്കുന്നെങ്കിൽ തന്നെയും ഈ നിലയിൽ ഒരു സർഗാത്മക രചനയിൽ പ്രവർത്തിക്കുന്ന ആള് താൻ ഏറ്റെടുത്ത അല്ലെങ്കിൽ താൻ മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ച ഒരു സമീപനത്തെ സൈദ്ധാന്തികമായി കൂടി തൻ്റെ കൃതികളുടെ അടിത്തറയൊരുക്കുന്ന ഒരു ഭാവുകത്വ സന്ദർഭത്തെ സാമൂഹ്യശാസ്ത്രപരമായും സൗന്ദര്യശാസ്ത്രപരമായും വിശദീകരിക്കാൻ മറുഭാഗത്തൊരു ശ്രമം നടത്തുന്നു എന്നത് മലയാളത്തിൽ എന്താണ് ആധുനികത എന്ന പുസ്തകത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ പല നിലകളിൽ കുറച്ചൊരു അനന്യതയുള്ള ഒരു രചനയായിട്ട് എന്താണ് ആധുനികതയെ കാണാം. ഞാൻ കരുതുന്നത് മലയാളത്തിലെ ആധുനികതാ വിചാരത്തിൻ്റെ അതിൻ്റെ ഒരു സൈദ്ധാന്തിക ആലോചനകളുടെ പ്രധാനപ്പെട്ട ഒരു പടവ് ആ പുസ്തകത്തിലുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർസിനെ ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങിയതുകൊണ്ട് മാർസിനെ മുൻനിർത്തി തന്നെ പറയാം. മാർസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു കാലത്തെ മനസ്സിലാക്കാൻ ആ കാലത്തിൻ്റെ ആശയങ്ങൾ മാത്രം പോരാ. മാർസ് പറയുന്നുണ്ട്, ഒരാൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നാം അയാളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നതിനെ മാത്രമല്ലല്ലോ ആശ്രയിക്കുക. ഞാൻ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ച് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നതുപോലെ ഒരു കാലത്തെ മനസ്സിലാക്കാൻ ആ കാലം രൂപപ്പെടുത്തിയ ആശയങ്ങൾ മാത്രം പോരാ. അതിൻ്റെ പിൽക്കാലവും അതിന് പ്രധാനമാണ്. അതിൻ്റെ വ്യവസ്ഥയുടെ രൂപീകരണം പ്രധാനമാണ്. 1970-കളിൽ എന്താണ് ആധുനികത എന്ന് പൂന്തേട്ടൻ ആ പുസ്തകത്തിൽ എഴുതി തുടങ്ങുന്ന സമയത്ത് മലയാളത്തിലെ ഒരു ആധുനികതാ വിചാരം അതിൻ്റെ ഒരു വലിയ ദശയിലാണ് എന്ന് പറയാം. പൂന്തേട്ടൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഒട്ടൊക്കെ അപക്വമാണ്. കാരണം നമുക്ക് ആധുനികതയുടെ ഒരു ദീർഘ പാരമ്പര്യമോ അല്ലെങ്കിൽ സാഹിത്യത്തിന് പുറത്ത് കലയെക്കുറിച്ച് തന്നെയുള്ള ഒരു വിചാര പരിസരമോ ഇല്ലായിരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വളരെ മുമ്പ് കേസരി പറയുന്നുണ്ട് കേട്ടോ. കേസരിയുടെ രസമുള്ളൊരു ഒബ്സർവേഷൻ, മലയാളത്തിലെ സാഹിത്യകാരന്മാരും മുതലാളിമാരും ചിത്രകാരന്മാരും സംഗീതജ്ഞരും ഒക്കെ തൊഴിലാളികളുമാണ് എന്നാണ്. ഇവിടുത്തെ ബുർഷ്വാകൾ സാഹിത്യമണ്ഡലത്തിലെ എഴുത്തുകാരാണ് എന്നാണ്. അത് ഒട്ടും അതിശയോക്തിയല്ല. ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ എ രാമചന്ദ്രൻ അന്തരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ കേരളം ജന്മം നൽകിയ എക്കാലത്തെയും വലിയ പ്രതിഭകളുള്ള ഒരാളായിരുന്നു എ രാമചന്ദ്രൻ. പക്ഷെ അങ്ങനെ ഒരാളാണ് സമീപകാലത്ത് നമ്മെ വിട്ടുപോയതെന്ന് മലയാളിയോ കേരളമോ വകവെച്ചു കൊടുത്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സിബിഷൻ തന്നെ കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഓർമ്മ ഒരു 10-15 കൊല്ലത്തിന് മുമ്പാണ്. 15 കൊല്ലത്തിന് മുമ്പാണ്. ലോകത്ത് നിന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളായിരുന്നു ഈ എ രാമചന്ദ്രൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടേ ഇല്ല. അത് നമുക്ക് കല എന്ന് പറയുന്നത് ആശയങ്ങളിങ്ങനെ നറുക്ക് നേരെ വിളിച്ചു പറയുന്ന ഒരു ഏർപ്പാടാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ധാരാളം മാറ്റം ഉണ്ടായി വരുന്നുണ്ട്. സാഹിത്യത്തെ പിന്തള്ളിക്കൊണ്ട് തന്നെ ഇതര കലാരൂപങ്ങൾ പ്രാമാണികത്വം നേടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ സാഹിതീയത എന്ന ഒരു വിടാപ്പിടി നമുക്ക് കലയെക്കുറിച്ചുള്ള എല്ലാ ആലോചനയിലുണ്ട്. ഒരു ചിത്രം കണ്ടാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക, സിനിമ കണ്ടാൽ അത് തിരക്കഥയാണെന്ന് പറയുക. നമ്മുടെ സിനിമാ നിരൂപണങ്ങൾ നോക്കിയാൽ തന്നെ മിക്കവാറും കഥാനിരൂപണങ്ങളാണ്. അല്ലാതെ അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജിനെ മുൻനിർത്തി സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും കാണില്ല. അതിൽ പറഞ്ഞ കാര്യം എന്താണ്, മറ്റേയാളുടെ ഡയലോഗ് ശരിയായോ എന്ന മട്ടിൽ നമ്മൾ ഈ സാഹിതീയതയ്ക്ക് പുറത്ത് കടക്കാത്തത് വാസ്തവത്തിൽ നമ്മുടെ ആധുനികതയെ വലിയ തോതിൽ ദുർബലപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇത് കേസരി മുമ്പേ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്തേട്ടൻ്റെ ഈ പുസ്തകത്തിൽ മൂന്തേട്ടൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ മോഡേണിസത്തെക്കുറിച്ച് അക്കാലത്ത് മലയാളത്തിലുണ്ടായ ഒരു കൗതുകമുള്ള ഒരു പരാമർശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു നിരൂപകൻ പറഞ്ഞത് മലയാള സാഹിത്യത്തിൽ ആഫ്രിക്കൻ പായൽ പോലെയാണ് ആധുനികത എന്ന് പറയുന്നത്. ആഫ്രിക്കൻ പായൽ പുറത്തുനിന്ന് വന്നൊരു കളയാണല്ലോ എന്നതുപോലെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ പരിഹസിക്കുകയുണ്ടായി. വാസ്തവത്തിൽ മോഡേണിസം ഉണ്ടായിരുന്നു. ഞാൻ മലയാളത്തിലെ ആദ്യത്തെ മോഡേണിസ്റ്റ് കഥാപാത്രങ്ങളായി കാണുന്ന 2 പേര്, പ്രധാനപ്പെട്ട 2 പേര്. ഒന്ന് മറ്റേ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കഥാപാത്രത്തിലെ വിശ്വം ഒരു പൂർണ്ണ മോഡേണിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു ചുവട് കൂടി വച്ചാൽ മോഡേണിസ്റ്റ് ആവും. ലോകത്തിൻ്റെ അറ്റം തേടി പോകുന്ന കുഴിച്ചിട്ട മുട്ട പൊട്ടിമുളച്ചു വരുന്നുണ്ടോ എന്ന് ദിനംതോറും ആരായുന്ന, സ്വന്തം ജീവിതത്തെ ഏതാണ്ട് നിരർത്ഥകതയിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള ഒരു കഥാപാത്രം മലയാള ഭാവനയിൽ ആദ്യം തെളിയുന്നത് സുന്ദരികളും സുന്ദരന്മാരിലുമാണ്. ഉറൂബിനെ അതിനെ മോഡേണിസ്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം ഉറൂബ് ബേസിക്കലി ഒരു ഹ്യൂമനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ,
ഈ സുന്ദരികളിൽ അദ്ദേഹം ഒരു വാക്യം പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിന് ഒരു നിറവുണ്ട്, ചപ്പും ചവറും കൊണ്ടായിരിക്കും എന്നാലും ഒരു നിറവുണ്ട്. ചപ്പും ചവറുമാണെങ്കിലും അതൊരു നിറവാണ് എന്ന് കരുതുന്ന ഏതാണ്ട് എടശ്ശേരിയാണല്ലോ അദ്ദേഹം അവിടെ ഉദ്ധരിക്കുന്നത്. മനുഷ്യൻ സുന്ദരനാണെന്ന് പറഞ്ഞ് എടശ്ശേരിയുടെ ഒരു വരി അദ്ദേഹം ഉദ്ധരിച്ച് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹ്യൂമനിസ്റ്റ് സെൻസിബിലിറ്റി വേരുപിടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് വിശ്വത്തെ ഇങ്ങനെ ലോകത്തിൻ്റെ അറ്റം തേടി നടത്താം എന്നല്ലാതെ ലോകത്തിൻ്റെ അറ്റം തേടി പോകുന്ന പിൽക്കാലത്ത് ഒരു മോഡേണിസ്റ്റിലേക്ക് എത്തിക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. അത് നവോത്ഥാനം ഉണ്ടാക്കിയ സാമൂഹിക ബോധ്യങ്ങളുടെ കൂടി സമ്മർദ്ദത്തിനകത്താണല്ലോ റൂബ് എഴുതിയത്. മറ്റൊരു പ്രധാന മോഡേണിസ്റ്റ് കഥാപാത്രം കാലത്തിലെ സേതുവാണ്. കാലം വരുന്നത് ഖസാക്ക് വന്ന വർഷം തന്നെയാണ്, 69 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പുസ്തകമായിട്ട് വന്നത് 69 തന്നെയാണ്. കാലത്തിലെ സേതു വാസ്തവത്തിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം, ഖസാക്കിലെ രവി കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കുറവാണ്. വിജയൻ്റെ ഒരു ഭാവനാബന്ധം കൂടിയാണല്ലോ അത്. പക്ഷേ കാലത്തിലെ സേതു മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും. കാലത്തിലെ സേതു ഇല്ലാത്തൊരു സംഗതിയല്ല. കാരണം തൻ്റെ തന്നെ നിലനിൽപ്പിനെ കുറിച്ചും തൻ്റെ തന്നെ പൊരുളിനെ കുറിച്ചും ഒക്കെ വലിയ സംശയങ്ങൾ അക്കാലത്ത് തോന്നി തുടങ്ങുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ നിലയിൽ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേറി ഈ കാര്യം ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മോഡേണിസം എവിടെയാണ് തുടങ്ങിയത് എന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് ആ കൃതിയിൽ മൂന്നേറ്റം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഡസ്റ്റോവ്സ്കിയിൽ മോഡേണിസം ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. കാരണം മോഡേണിസം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ട് അവസാനം സിംബൽസത്തിൽ തുടങ്ങുകയോ 1-2 ലോകയുദ്ധങ്ങൾക്കിടയിൽ മനുഷ്യരെ ബാധിക്കുകയോ ചെയ്ത ഒരു പ്രശ്നം മാത്രമല്ല. ഇപ്പം അസ്തിത്വവാദം മോഡേണിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തിക അടിത്തറയായി കാണുമ്പോൾ അസ്തിത്വവാദം എവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ദീർഘമായ ചില വേരുകൾ വേണമെങ്കിൽ കാണാം. പിയോബിൻ്റെ പുസ്തകത്തിൽ അസ്തിത്വവാദപരമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നന്മ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് തിന്മ വിളയുന്നത് എന്ന ചോദ്യം. കിർക്കഗോർ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയും ആ ചോദ്യത്തെ മറികടക്കാൻ ദൈവബോധത്തെ, ആസ്തികതയെ അതിശക്തമായിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗബ്രിയേൽ മാർഷലിനെയും അല്ലെങ്കിൽ കിർക്കഗോറിനെയും ഒക്കെ പോലുള്ള ആളുകൾ, കാളിയാസ്പേഴ്സിനെ പോലുള്ള ആളുകളൊക്കെ ഏതാണ്ട് ആസ്തികമായ ഒരു കോണ്ടംലിപ്പ് കൊണ്ട്, ഒരു കുതിച്ചുചാട്ടം കൊണ്ട് നിങ്ങളുടെ അസ്തിത്വത്തിലെ വലിയൊരു ശൂന്യതയെ, പിളർപ്പിനെ മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്തിത്വ ദർശനത്തെ ഒരു ആസ്തികതയോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പാരമ്പര്യം അതിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഡസ്റ്റോവ്സ്കിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയായിരുന്നു. ഡസ്റ്റോവ്സ്കി തൻ്റെ ഉമ്മയുടെ പൊരുളിനെ കുറിച്ച് വ്യാകുലപ്പെട്ട ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. പലരും പറയാറുണ്ട് ദൈവത്തെ കണ്ട ധാരാളം എഴുത്തുകാരുണ്ട്, പക്ഷെ പിശാചിനെ കണ്ട എഴുത്തുകാർ വളരെ കുറവാണ്. പിശാചിനെ കണ്ട ആളാണ് ഡസ്റ്റോവ്സ്കി. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഏത് നോവലിലും ദൈവത്തെപ്പോലെ പിശാച് കൂടെ ഉണ്ടാവും. ഈ പിശാചും ദൈവവും തമ്മിലുള്ള തീരാത്ത യുദ്ധം, അതകത്തും പുറത്തും ഒക്കെ യുദ്ധം. നോക്കിയാൽ ഡസ്റ്റോവ്സ്കിയുടെ സ്ഥലമൊക്കെ എത്ര ചെറുതാണ്. നമ്മൾ നോവൽ എന്നൊക്കെ പറയുന്ന ബൃഹത് ഭൂപടങ്ങളൊന്നും ഡസ്റ്റോവ്സ്കിയിലില്ല. ചെറിയ മുറികൾ, ഇരുട്ട് നിറഞ്ഞ വരാന്തകൾ, കോണിപ്പടികൾ, ഇവിടെയൊക്കെ വെച്ചാണ് ഡസ്റ്റോവ്സ്കി നോവലിനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഉടനീളം ഈ ഒരു സംഘർഷം, അതായത് ഞാൻ പറഞ്ഞത് എക്സിസ്റ്റൻഷ്യൽ ആംഗ്വിഷ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിന് മേൽക്കൈ കിട്ടി എന്നുള്ളത് ശരിയാണെങ്കിലും ആ മേൽക്കൈ ഇല്ലാത്ത സമയത്തും ആ പ്രശ്നം മനുഷ്യനെ പല നിലയിൽ അലട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യനനുഭവിക്കുന്ന വ്യഥയുടെ വേരെന്താണ് എന്ന ചോദ്യം ആധുനികതയുടെ ആ പുസ്തകത്തിൽ മുന്നേറ്റം ഉന്നയിക്കുന്നുണ്ട്. 3 തരത്തിലുള്ള ഉത്തരങ്ങൾ മുന്നേറ്റം പറയുന്നുണ്ട്. ഒന്ന്, വ്യക്തിപരമായ ദുരിതാനുഭവങ്ങൾ ഒരാളെ ഈ വ്യഥയിലേക്ക് കൊണ്ടുപോകാം. 2, സാമൂഹിക പ്രശ്നങ്ങൾ ഒരാളെ ദാർശനികമെന്ന് വിളിക്കാവുന്ന ഈ വ്യഥയിലേക്ക്, ജീവിതത്തെ ചൊല്ലിയുള്ള തീരാത്ത ദുഃഖത്തിലേക്ക് കൊണ്ടുപോകാം. 3, ദാർശനികമായ പ്രശ്നങ്ങൾ ഒരാളെ ഈ വ്യഥയിലേക്ക് കൊണ്ടുപോകാം. മുന്നേറ്റം അവിടെ പറയുന്ന കാര്യം വാസ്തവത്തിൽ കേരളീയരെ സംബന്ധിച്ച് ഈ സാമൂഹികമായ പ്രശ്നങ്ങളാണ് നമ്മുടെ വ്യഥയുടെ വേരുകളായി തീർന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണെന്ന് ഞാൻ കരുതുന്നു. കാരണം പലപ്പോഴും കേരളത്തിൽ ഒരു വളരെ തെറ്റായ ദ്വന്ദ്വം രൂപപ്പെട്ടത് ഈ പുരോഗമന സാഹിത്യത്തിൻ്റെ വിപരീത ദശയാണ് ആധുനിക സാഹിത്യം എന്നത് പല കാരണങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. ഒന്നാമത് ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന സാധനങ്ങളൊന്നുമല്ല. അതൊക്കെ തമ്മിൽ പലതും കൊണ്ടും കൊടുത്തും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പുരോഗമന സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു
അതിൻ്റെ കാലത്ത് കുടിയസമാരായാലും ആരായാലും പക്ഷേ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, സാഹിത്യം ഒരു ലാവണ്യ പ്രശ്നവും നേരം പോക്കും സൗന്ദര്യാസ്വാദനവും മാത്രമല്ല, മനുഷ്യർക്ക് അടിസ്ഥാന പ്രശ്നങ്ങൾ സാഹിത്യത്തിൽ വരണമെന്ന് എഴുത്തുകാരെ ബോധ്യപ്പെടുത്തുന്നതിൽ പുരോഗമന സാഹിത്യം വിജയിച്ചിടത്തോളം വേറൊന്നും വിജയിച്ചിട്ടില്ല. ഈ മാനക്കാരിയാണോ 50 രൂപ ഒരു മാനക്കാരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണോ അത് ആസ്വദിക്കാമെന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് സത്യം പറഞ്ഞ ആളാണ് ഈ മാരാര്. പക്ഷെ ആ മാരാർക്ക് പോലും പുരോഗമന സാഹിത്യത്തെ വേറൊരു നിലയിൽ ഉൾക്കൊള്ളേണ്ടി വന്നു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഇപ്പം ഭാരത പര്യടനം വായിച്ചാൽ മാനുഷികതയുടെ ഒരു ആഴമേറിയ പ്രതിസന്ധിയെ മഹാഭാരതത്തിൽ കൊണ്ടുപോയി നിർത്തുന്നതിൽ ഏറ്റവും വിജയിച്ച കൃതി അതാണല്ലോ. മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു മോഡേൺ ക്രൈസിസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മഹാഭാരതത്തിൽ മാരാരി കണ്ടെത്തുന്നുണ്ട് ഈ ഭാരത പര്യടനം വായിച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവയ്ക്കുള്ളിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ഉണ്ട്. അപ്പോൾ മോഡേണിസത്തിന്റെ ചരിത്രം തന്നെ എടുക്കും. മോഡേണിസം 19ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന ആധുനികത എന്ന് വിളിക്കുന്ന, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മുതലാളിത്ത ആധുനികത എന്ന് വിളിക്കാവുന്ന ബുർഷ്വ മോഡേണിറ്റിയുടെ വലിയൊരു ലാർജർ വിമർശനം, ഒരു ക്രിട്ടിക് എന്ന നിലയിൽ. പക്ഷേ അത് ഏതൊക്കെ വഴിയിൽ സഞ്ചരിച്ചു? മോഡേണിസ്റ്റുകളിൽ ഒരു ഭാഗം ഫാസിസ്റ്റുകളായി ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിൽ ചെന്ന് ഹിറ്റ്ലർ റേഡിയോ പ്രചാരകനായിട്ട് എത്ര കൊണ്ടുമാറി. ഫ്യൂച്ചറിസത്തിന്റെ മാനിഫെസ്റ്റോ എഴുതിയ മാരിനെറ്റി മുസോളിനിയുടെ വക്താവായി. എലിയറ്റിന് അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞിട്ടാണോ? പോയില്ല, ഇവിടെ ഇരുന്ന് അലയ്ക്ക് ആവിഷ്കരിക്കുകയും ചെയ്തു. ഇതേ മോഡേണിസത്തിനകത്ത് മറുഭാഗത്ത് ബർട്ടോൾഡ് ബ്രെറ്റ്